Class 5 English. Class 5 English. Hi students, welcome back to our English grammar class for 5th standard students. Okay, in the last class we have discussed about the second lesson. Today, in this session, we will discuss about the grammar portion of second lesson, that is adverbs of degree. Adverbs of degree. എന്താ adverbs എന്ന് പറഞ്ഞാൽ adjective നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Adjectives. What is adjective? Describing words. അല്ലേ? Describing words ആണ്. അതായത് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണോ that is adjective. But adverb എന്ന് പറഞ്ഞാൽ അതിനകത്ത് verb. വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് adverb. ഡിഫറൻസ് മനസ്സിലായോ? അഡ്ജക്റ്റീവും അഡ്വേർബും. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്യൂട്ട് ഗേൾ. ക്യൂട്ട് ഗേൾ എന്ന് പറഞ്ഞു. അപ്പൊ ഗേൾ ഗേൾ എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലെ? അപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് ക്യൂട്ട് ഗേൾ. നമുക്ക് ഗേൾ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഗേളിനെ ഒന്നും കൂടി എന്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭംഗിയുള്ള പൂവ്. പൂവെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഭംഗിയുള്ള എന്ന് കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ എന്താണ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ഇവിടെ നമ്മൾ പറയുന്നത് അഡ്വേർബ്. അഡ്വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആക്ഷൻ അല്ലേ? ആക്ഷൻ അതെന്തുമാകട്ടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ സിംഗ്, പാടുക. ആ കുട്ടി ഷീ സിംഗ്സ് വെൽ അല്ലേ? ഷീ സിംഗ്സ് വെൽ. അപ്പൊ എന്താണ്, അവള് നന്നായി പാടുന്നു. അപ്പൊ അവൾ പാടുന്നു പറഞ്ഞാൽ പോലെ മതി, പക്ഷെ ആ പാടുന്നതിനെ, ആ വെർബിനെ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത്, അതായത് വെർബിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് ദാറ്റ് ഈസ് അഡ്വേർബ്. ക്ലിയർ ആയോ? എന്താണ് വെർബ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നന്നായി പാടുന്നു, അതിവേഗത്തിൽ ഓടുന്നു അല്ലേ? അപ്പൊ എന്താണ് ഓടുന്നു എന്നുള്ളതിന് വേഗത്തിൽ എന്നുള്ള കുറിച്ച്, അല്ലെങ്കിൽ സ്ലോലി പതുക്കെ ഓടുന്നു. ഇപ്പം എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരണമെന്നില്ല. എന്താണ്, എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുന്നത്. ചിലത് ലൗഡ്ലി, അപ്പം അതെന്താ ഉറക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്ലോലി പതുക്കെ സംസാരിക്കുക. അപ്പൊ സംസാരിക്കുക എന്നുള്ള ആ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അഡ്വേർബ് എന്താണെന്ന് മനസ്സിലായെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് അഡ്വേർബ് എന്താണെന്ന് പറയുന്നത്. അപ്പം അഡ്വേർബ് ഓഫ് ഡിഗ്രി. ഓക്കെ, അഡ്വേർബ്സിനകത്ത് മിക്കവാറും നമ്മൾ വരുന്നത് ഓൾമോസ്റ്റ്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കാം. ഓൾമോസ്റ്റ്, barely, entirely, enough, hardly, quite, too, very. ഇതിൻ്റെയൊക്കെ മലയാളം മീനിങ് കൊണ്ട് നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രം അത് എവിടെ ചേർക്കുന്നു, എവിടെ ചേർക്കണം എന്നുള്ളത് മനസ്സിലാകുന്നത്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും, മിക്കവാറും എന്നുള്ള അർത്ഥമാണ്. ബെയർലി, ബെയർലി നമ്മൾ കഷ്ടിച്ച് 1/2 കിലോമീറ്റർ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ബെയർലി, കഷ്ടിച്ച്. ദെൻ എൻറ്റയർലി, പൂർണ്ണമായും, ഹോൾ എന്ന മീനിങ് ആണ്, പൂർണ്ണമായും. ദെൻ ഇനഫ്, വേണ്ടുവോളോ, മതിയാവോളോ, വേണ്ടുവോളോ, ഇതൊക്കെയാണ്. ഹാർഡ്ലി, ഹാർഡ്ലി നെഗറ്റീവ് മീനിങ് ആണ് അല്ലെ? പ്രയാസമില്ല എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. അതുപോലെ നെഗറ്റീവ് മീനിങ് ആണ് ഹാർഡ്ലിക്ക് വരുന്നത്. ദെൻ ക്വയറ്റ്, ക്വയറ്റ് തികച്ചു, ക്വയറ്റ്. ടു, കൂടി എന്നുള്ള അർത്ഥമാണ്. അതൊരു സെന്റൻസ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ മീനിങ് പറയാൻ പറ്റും. വെരി അതൊന്നും കഴിയില്ല, വളരെ അല്ലേ? ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അഡ്വേർബ്സ് കൊടുക്കുന്നത് നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 22. ടെക്സ്റ്റിനകത്ത് fill in the blanks with suitable adverbs of degree. കണ്ടോ? fill in the blanks with suitable ആയിട്ടുള്ള adverbs നമ്മൾ അവിടെ fill ചെയ്യണം. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നോക്കിക്കേ, what she said is dash unacceptable. അവൾ പറഞ്ഞത് എന്താണോ അത് സ്വീകാര്യമല്ല എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ ഹാർഡ്ലി നെഗറ്റീവ് മീനിങ് ആണ്. അതുകൊണ്ട് നമുക്കവിടെ ഹാർഡ്ലി ആക്സെപ്റ്റബിൾ, അവൾ പറഞ്ഞത് എന്താണോ അത് സ്വീകാര്യമല്ല. ദെൻ ഹീ ഈസ് ഡാഷ് സിമ്പത്തറ്റിക് ടുവേർഡ്സ് ദ പുവർ. പാവപ്പെട്ടവരോട് വളരെ സിമ്പത്തറ്റിക് ആണ്. അപ്പോൾ എന്താണ് വളരെ എന്നുള്ള മീനിങ് വരുന്നത് വെരി. ഓക്കെ, ദ ഡ്രിങ്ക് ഈസ് വെരി കോൾഡ്.
ഐ വാണ്ട് ഇറ്റ് വാം. ഈ ഡ്രിങ്ക് വളരെ തണുത്തതാണ്, അത് എനിക്ക് എന്താണ് വേണ്ടത്? വാം, ചൂടാണ് വേണ്ടത്. ഷീ ഡാൻസ്ഡ് വെരി ഗ്രേസ്ഫുള്ളി. ഷീ ഡാൻസ്ഡ്, വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തു. ഹീ ലുക്സ് ഡാഷ് ഓൾഡർ ദാൻ ഹിസ് ഏജ്. ഇതിൻ്റെ അതായത് ഇവിടെ നമുക്ക് ടു ചേർത്താൽ ഹീ ലുക്സ് ടു ഓൾഡർ ദാൻ ഹിസ് ഏജ്, അതിൻ്റെ മീനിങ് വരുമ്പോൾ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? അവൻ്റെ പ്രായത്തേക്കാൾ പ്രായം തോന്നിക്കും, അതാ വരേണ്ട. അവൻ്റെ പ്രായത്തേക്കാൾ. പക്ഷേ ടു നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വരുമ്പോൾ അവൻ്റെ പ്രായത്തേക്കാൾ അവൻ്റെ പ്രായത്തേക്കാൾ വയസ്സ് തോന്നിക്കും എന്ന് വരത്തില്ല. അതുകൊണ്ട് ഇനഫാണ് ഇവിടെ. ഇനഫ് മീൻസ് എന്തായിരുന്നു? വേണ്ടുവോളം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആ ഒരു മീനിങ്, ആ ഒരു സെൻറ്റൻസിൽ ആപ്റ്റായിട്ടുള്ളത് ഇനഫാണ്. ക്ലിയർ ആയോ? ഹി ലുക്സ് ഇനഫ് ഓൾഡർ ദാൻ ഹിസ് ഏജ്. ക്ലിയർ? അടുത്തതാണ് പ്ലേസ്മെന്റ് ഓഫ് അഡ്വേർബ്സ്. പ്ലേസ്മെന്റ് ഓഫ് അഡ്വേർബ്സ്. ഇനി അഡ്വേർബ്സ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം? ഇത് നമ്മൾ പറഞ്ഞത് ഒരു സെന്റൻസ് തന്നു, അതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ഏത് അഡ്വേർബാണ് അത് നമ്മൾ ചേർക്കണം, അതാണ്. ഇനി അഡ്വേർബ്സ് എപ്പോഴും നടുക്ക് തന്നെയാണോ, അല്ലെങ്കിൽ എൻഡിലാണോ, അതോ ഫസ്റ്റിലാണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത് വരുന്നത്. ബിഫോർ ദ സബ്ജക്ട്, സബ്ജക്റ്റിന് മുമ്പ്, അതായത് ഫസ്റ്റിലെ നമുക്ക് അഡ്വേർബ്സ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ, ഫോഴ്സ്ഫുള്ളി ദ ഓൾഡ് മാൻ ഡിസ്മിസ്ഡ് വാട്ട് ദ ബോയ് സെഡ്. എന്താണോ ബോയ് പറഞ്ഞത് അത് ഓൾഡ് മാൻ നിരസിച്ചു. എങ്ങനെ? ഫോഴ്സ്ഫുള്ളി ദ ഓൾഡ്, അവർ ഡിസ്മിസ് ചെയ്തു എന്നുള്ളത് അതിനെ കുറച്ചും കൂടെ ഒരു ശക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. അതിൻ്റെ ഫോഴ്സ്ഫുള്ളി. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ഇവിടെ ഓൾഡ് മാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിന് മുമ്പാണ്, അല്ലേ? ബിഫോർ ദ സബ്ജക്റ്റ്, അതായത് ഫസ്റ്റ് ആദ്യമേ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? അഡ്വേർബ്സ് ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ സബ്ജക്റ്റിന് മുമ്പായിട്ട് വരും. രണ്ടാമത് ആഫ്റ്റർ ദ സബ്ജക്ട്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരും. ഐ കാഷ്വലി എന്റർഡ് ദ റൂം. ഞാൻ റൂമിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? ഐ എന്റർഡ് ദ റൂം. ഞാൻ അപ്പോൾ എന്റർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സാധാരണ രീതിയിൽ ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചു. അപ്പം എന്റർ ചെയ്തു, അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏതാണ്? കാഷ്വലി. കണ്ടോ? അവിടുത്തെ അഡ്വേർബ് എന്ന് പറയുന്നതാണ് കാഷ്വലി. ഇത് നോക്കിയ സബ്ജക്റ്റ് ഐ ആണ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ്, മിഡിലായിട്ടാണ്, അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സബ്ജക്റ്റിന് മുമ്പ്, അതായത് ആദ്യമേ അഡ്വേർബ്സ് വരും. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ പറഞ്ഞത് സബ്ജക്റ്റിന് ശേഷം. അപ്പൊ എന്താണ്? മിഡിലായിട്ടാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പുണ്ട് അറ്റ് ദ എൻഡ് പൊസിഷൻ, അതായത് അവസാന ഭാഗത്തേക്ക് വരും. ഈ അറ്റ് ദ എൻഡ് ഓഫ് ദി പൊസിഷൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ 3 വിഭാഗങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. എങ്കിൽ തന്നെ നമ്മൾ സെന്റൻസ് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് ശരിയായ രീതിയിൽ പഠിച്ചു പോകാൻ പറ്റും. അഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ട്, മാനർ ഉണ്ട്, ടൈം ഉണ്ട്. അഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ട്, എവിടെയാണ് എന്നുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വന്നത് ഐ ആം സിറ്റിംഗ് ഓവർ ഹിയർ, ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഐ ആം സിറ്റിംഗ്, ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വെർബ്, അല്ലേ? ഐ ആം സിറ്റിംഗ് ഓവർ ഹിയർ, ഇവിടെ. അപ്പൊ ഇരിക്കുന്നത് എവിടെയാണ് എന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, അല്ലേ? അപ്പൊ അവിടെ ആ സിറ്റിങ്ങിനെ കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവിടെ എന്താണ്? എവിടെയാണെന്നൂടെ പറയുന്നത്. അങ്ങനെയുള്ളതാണ് അഡ്വേർബ് ഓഫ് പ്ലേസ്. ഓക്കെ. ദെൻ മാനർ, അതെന്താന്ന് നോക്കാം. ദ ഓൾഡ് ലേഡി ഈസ് ടോട്ടറിങ് സ്ലോലി. ടോട്ടറിങ് എന്ന് പറഞ്ഞാൽ കുലുങ്ങുക. ദ ഓൾഡ് ലേഡി എന്ത് ചെയ്യുന്നു? ടോട്ടറിങ്, കുലുങ്ങുന്നു. കുലുങ്ങുന്നു പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ? പതുക്കെ കുലുങ്ങുന്നു. അപ്പൊ എന്താ? സ്ലോലി. അപ്പൊ ടോട്ടറിങ്ങിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് സ്ലോലി എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ അത് അവസാനമാണ് ചെയ്യുന്നത്. അത് എന്താണ്? ഒരു മാനറാണ്. മാനർ. അപ്പൊ ആദ്യം പ്ലേസ്, പിന്നെ ആ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നത്, ഏറ്റവും അവസാനം ടൈം. അതെങ്ങനെയാന്ന് നോക്കാം. ദ ഡോഗ് കംസ് ഹിയർ ഡെയിലി. ഡോഗ് എല്ലാ ദിവസവും ഇവിടെ വരും. ഡോഗ് ഇവിടെ വരുന്നു എല്ലാ ദിവസവും എന്നൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അത് ഡിസ്ക്രൈബിംഗ് വേർഡായി, അല്ലേ? അപ്പൊ ഡെയിലി, എന്നും. അപ്പൊ അത് ടൈം. അപ്പം ഇങ്ങനെയുള്ള അഡ്വേർബ് ഓഫ് പ്ലേസ്, മാനർ, ടൈം. അപ്പം ഇതിൻ്റെയാണ് നിങ്ങൾക്ക്
എക്സസൈസ് ചെയ്യാനുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായോ? അഡ്വേർബ്സ് എവിടെയൊക്കെ ഉപയോഗിക്കും? ഫസ്റ്റിലെ, അതായത് സബ്ജക്റ്റിന് മുമ്പായിട്ട്, ദെൻ ആഫ്റ്റർ ദ സബ്ജക്ട്, സബ്ജക്റ്റിന് ശേഷം, ദെൻ അറ്റ് ദ എൻഡ് പൊസിഷൻ, ഏറ്റവും എൻഡിലായിട്ട് അവസാനത്തിൽ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസ് നോക്കാം. ടേക്ക് എ ടെക്സ്റ്റ്, പേജ് നമ്പർ 22. He saw the snake. He saw the snake. അവൻ ഒരു പാമ്പിനെ കണ്ടു. അപ്പോൾ ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് അഡ്വേർബ് ഓഫ് പ്ലേസ്. പ്ലേസ്, അഡ്വേർബ് ഓഫ് പ്ലേസ് അനുസരിച്ച് നമ്മൾ ആ അഡ്വേർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹീ സോ ദ സ്നേക്ക്, പ്ലേസ് ആണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഹിയർ, ഇവിടെ കണ്ടു അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടി. ദെൻ ദ ലിറ്റിൽ ബോയ് വാസ് സ്പ്രിൻറ്റിങ്. ലിറ്റിൽ ബോയ് ഓടുന്നു. ദ ലിറ്റിൽ ബോയ് വാസ് സ്പ്രിൻറ്റിങ്. നമുക്ക് ചേർക്കേണ്ടത് അഡ്വേർബ് ഓഫ് മാനർ, അതായത് എങ്ങനെ, അതായത് ഇപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഫാസ്റ്റർ. അപ്പോൾ എങ്ങനെ ഓടുന്നു? വളരെ വേഗത്തിൽ ഓടുന്നു. ഷീ സാങ്, അതും മാനറാണ്. അപ്പോൾ എങ്ങനെയാണ്? ഷീ സാങ്, അവൾ എങ്ങനെ പാടുന്നു? ഞാനിവിടെ ലൗഡ്ലി എന്നാണ് കൊടുത്തിരിക്കുന്നത്, വളരെ ഉച്ചത്തിൽ പാടുന്നു. അല്ലെങ്കിൽ എങ്ങനെ വേണമല്ലോ സ്ലോലി ആക്കാം, എങ്ങനെയെങ്കിലും എഴുതാം. അത് അഡ്വേർബ് ഓഫ് മാനർ. ആ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എഴുതുക. ഹീ പ്രേഡ്, അവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഹീ പ്രേഡ്, അതും അഡ്വേർബ് ഓഫ് മാനറാണ്. ഹീ പ്രേഡ്, ശാന്തമായി, ക്വയറ്റ്ലി. ദ റൂസ്റ്റർ ക്രോസ് അറ്റ് ഡൗൺ. ഇവിടെ ക്രോസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാക്കകൾ എന്നുള്ള അർത്ഥമല്ല. റൂസ്റ്റർ മീൻസ് കോഴി. കോഴികൾ, അതായത് കോഴികളുടെ സൗണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ റൂസ്റ്റർ ക്രോസ് അറ്റ് ഡൗൺ. റൂസ്റ്റർ ക്രോസ് അറ്റ് ഡൗൺ. കോഴികൾ പ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു? കൂവുന്നു. എങ്ങനെ? അഡ്വേർബ് ഓഫ് ടൈം ആണ് അവിടെ. മാനറൊന്നുമല്ല, എങ്ങനെ കൂവുന്നൊന്നുമല്ല, ടൈം. ടൈം എന്ന് പറയുമ്പോൾ എങ്ങനെ? ഡെയിലി, റെഗുലർലി, ഇങ്ങനെയുള്ളതൊക്കെയാണ് ടൈമിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് അഡ്വേർബ് ഓഫ് ടൈം, അഡ്വേർബ് ഓഫ് മാനർ ആൻഡ് അഡ്വേർബ് ഓഫ് പ്ലേസ്. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡ്വേർബ് ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ക്യാൻ കോൾ മീ. ഇതിനകത്ത് എവിടെയെങ്കിലും എന്താണ് എനിക്കത് കുറച്ചും കൂടെ ക്ലിയർ ചെയ്യണം, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പോൾ ഇതിനകത്ത് രണ്ട് എക്സസൈസ് ഇല്ല എന്ന് വിചാരിച്ച് ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വിട്ട് കളയരുത്. ഓരോ എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾക്കത് വായിച്ച് ഇപ്പോഴേ കവറായിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്റ്റഡി വെൽ. താങ്ക് യു.